ആൻഡ് IDT ഡയറക്ട് ടാക്സ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ് പേപ്പർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എക്സാമിന് പ്രസന്റ് ചെയ്യേണ്ടത്, നമ്മൾ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡ് അല്ല, ഓർഡറിൽ പഠിക്കാം. ഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് ഭയങ്കര വോളിയം ഉള്ളൊരു സബ്ജക്റ്റ് ആണ്. ടാക്സ് ചെയ്യുന്നതാണോ അതോ എക്സാമിന് ചെയ്യുന്നതാണോ, ഇത് എന്ത് ഉദ്ദേശിക്കുന്നത്, എവിടുന്ന് കുറയ്ക്കണം കൂട്ടണം, മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി പോകും. 3 കാര്യങ്ങളിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും. 2 ഗ്രൂപ്പും സെപ്പറേറ്റ് എഴുതുന്നതാണോ നല്ലത് അതോ ഒരുമിച്ച് എഴുതുന്നതാണോ നല്ലതെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരാളുടെ ഇൻകം നമ്മുടെ ഹെഡിൽ ടാക്സ് ചെയ്യുന്ന കേസുകളാണ്. ഏരിയ ഓഫ് ഫോക്കസ് ആണ്. നല്ലോണം നമുക്കിത് ഓർമ്മയിൽ നിൽക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് യുവർ ലൈഫ് നന്ദു. അപ്പൊ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീണ്ടും CA റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഞാൻ ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. അതിൽ സജഷൻ ആയിട്ട് വന്നൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോ പേപ്പർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ പ്രസന്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ള വീഡിയോ അല്ലായിരുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പേപ്പേഴ്സും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്ന വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണിത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു കുട്ടിയിൽ ഒരുപാട് പേര് എങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇനി നാളെ എന്തെങ്കിലും വീഡിയോസ് കാണാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം താഴെ കമന്റ് ചെയ്യുക. അപ്പം ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിനും എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നതാണ്. അതായത് ആ കുട്ടികൾക്ക് മാത്രമല്ല, കോമൺ ആയിട്ട് വരുന്ന ഡൗട്ടാണ്, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവും തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പിക്ക് ചെയ്തിട്ട് അതിൻ്റെ ആൻസേഴ്സ് ഞാൻ ലാസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പം നിങ്ങൾക്ക് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനകത്ത് പറയുന്ന എല്ലാ ടിപ്സും എനിക്ക് യൂസ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ടിപ്സുകൾ മാത്രമാണ്. അപ്പം നിങ്ങൾ ഒരിക്കലും ഇത് എക്സാം ഹാളിൽ ചെന്നിട്ട് ആദ്യമായിട്ട് നിങ്ങൾ ആ ഡയറക്റ്റ് എക്സാം എഴുതുമ്പോഴത്തേക്കും ഇത് അപ്ലൈ ചെയ്യരുത്. നിങ്ങൾ ഈ ടിപ്സ് എല്ലാം വീട്ടിലിരുന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുമല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല 3 മണിക്കൂർ സമയം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യണമെന്ന്. അപ്പം നിങ്ങൾ ഈ ടിപ്സുകൾ അപ്ലൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ടിപ്പുകളെല്ലാം നിങ്ങളുടെ എക്സാമിന് പോയിട്ട് അറ്റൻഡ് ചെയ്യാവുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അപ്പോഴാണ് ആദ്യമായിട്ട് പോയി അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂഷനായി പോകും. അയ്യോ, നമ്മൾ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡ് അല്ല, ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇനി എങ്ങനെ ആവും, ശരിയാവോ ഇല്ലെന്നൊക്കെ തോട്ട് നിങ്ങൾക്ക് ആ എക്സാമുകൾ ഇരിക്കുമ്പോൾ വരും. അപ്പോൾ അതിനേക്കാൾ നല്ല നിങ്ങൾ 2-3 വട്ടം ഇത് അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എക്സാമിന് ഈ ടിപ്സ് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊട്ട് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ DT ആൻഡ് IDT കുറിച്ചുള്ള എൻ്റെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഫോക്കസ് ആണ്. അതായത് ഞാനിത് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് പറയാം. അതായത് ഞാൻ ആദ്യം ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും പഠിക്കുന്ന സമയത്ത് ഡയറക്ട് ടാക്സിന്റെ വെയിറ്റേജ് കൂടുതലും ഇൻഡയറക്ട് ടാക്സിന്റെ വെയിറ്റേജ് കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഡയറക്ട് ടാക്സിനായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഈ സിലബസ് മാറ്റി രണ്ടിനും ഈക്വൽ വെയിറ്റേജ് ആക്കി. അപ്പോഴും ഞാൻ ഡയറക്ട് ടാക്സിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് ആ പേപ്പറാണ് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ടും കുറച്ചും കൂടെ എനിക്കൊരു എന്താ പറയണ്ടേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അപ്പം ഞാൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിനുശേഷം പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആക്ച്വലി GSTക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം GST ഒരു സ്കോറിംഗ് പേപ്പറാണ്. നമ്മൾ എഴുതി വെക്കുന്നത് കുറേയൊക്കെ കറക്റ്റാണെന്ന് നമുക്ക് മാർക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൊരു പേപ്പറാണ് GST. അപ്പം നിങ്ങളും ഇത്ര നാളും ഡയറക്ട് ടാക്സിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് GSTയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് നോക്കുക. കാരണം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ ഈ അറ്റംപ്റ്റിലാണ് അത് പരീക്ഷിച്ചത്. അപ്പോൾ ഈ അറ്റംപ്റ്റിലാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. GSTയിൽ കുറേ തിയറി മോഡൽ ക്വസ്റ്റൻസ് ഉണ്ട്. തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ പോലത്തെ ക്വസ്റ്റൻസ് ഒന്നും അല്ല, നമുക്കറിയാലോ ഒരുപാട് ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ്. പണ്ടിപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാറ്, ഇപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈയുടെ ഒരു ക്വസ്റ്റൻ ചോദിച്ചു വിചാരിക്കാം. അപ്പോൾ ഈ പ്ലേസ് ഓഫ് സപ്ലൈയുടെ ക്വസ്റ്റ്യനകത്ത് മിക്കപ്പോഴും ആ പ്ലേസ് ഓഫ് സപ്ലൈ എന്താണെന്ന് എഴുതുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെ വലുതായിട്ട് എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് പ്രൊവിഷൻ വൈസ് എഴുതാം എന്ന് ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി അതിൻ്റെ പ്രസന്റേഷൻ സ്റ്റൈൽസ് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളിത് എങ്ങനെ ആൻസർ എഴുതണമെന്ന്. ആക്ച്വലി നമ്മൾ ലോ പേപ്പറൊക്കെ എഴുതത്തില്ലേ, അതുപോലെ തന്നെ ഇവിടെ എഴുതണം. അതായത് നമ്മൾ CGST ആക്ട് അനുസരിച്ച് ഇതാണ് പ്രൊവിഷൻ, അപ്പോൾ പ്രൊവിഷൻ അനുസരിച്ച് ഇങ്ങനെയാണ് ഈ കേസിൽ വരുന്നത്, അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ ഇങ്ങനെയാണ്. അങ്ങനെ തന്നെയാണ് ശരിക്കും ഇതിനകത്ത് എഴുതേണ്ടത്. എങ്കിൽ മാത്രം നമുക്ക് ആ ഒരു മാർക്ക് കിട്ടത്തുള്ളൂ, നമ്മുടെ പ്രസന്റേഷൻ കുറച്ചും കൂടെ അഡ്വാൻസ് ലെവൽ ആവത്തുള്ളൂ, മാർക്ക് ഇടുന്നവർക്ക് മാർക്ക് ഇടാനായിട്ടൊക്കെ തോന്നത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയാണ്. നിങ്ങൾ GSTക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾ മുമ്പുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് കുറേ പ്രസന്റേഷൻ സ്റ്റൈൽസ് നോക്കി മനസ്സിലാക്കി വെക്കുക. അപ്പം നിങ്ങൾക്ക് GSTയിൽ നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡയറക്ട് ടാക്സ് ഇതിൽ കുറവാണെങ്കിലും അതൊന്ന് ടാലി ആയി പൊക്കോളും. ഇത് ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ട് ടാക്സ് നമുക്ക് മാർക്ക് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. എവിടെയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ആൻസറും തെറ്റിപ്പോവും. അത് മാത്രമല്ല ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് അത് എഴുതി കഴിഞ്ഞാലും അതിൽ നമുക്കൊരു മാർക്ക് അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ GSTയിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കുമല്ലോ കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെങ്കിൽ മാത്രം ഈ ഒരു ടിപ്പ് അഡോപ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തൊരു പോയിന്റ് ആണ്, നിങ്ങൾ ഓർഡറിൽ പഠിക്കാം. ഓക്കെ,
ഓർഡറിൽ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മെത്തേഡ് ഉണ്ട്, ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ DT ആണെങ്കിലും GST ആണെങ്കിലും അപ്രോച്ച് ചെയ്യാനായിട്ട്. നമുക്ക് ആദ്യം GST മാറ്റി വെച്ചിട്ട് DT എങ്ങനെയാണ് നമുക്ക് ഓർഡർ വൈസ് അപ്രോച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം DT എന്ന് പറയുന്നത്, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഭയങ്കര വോളിയം ഉള്ളൊരു സബ്ജക്റ്റാണ്, ഭയങ്കര വാസ്റ്റാണ്. നമ്മൾ ഇനി എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എക്സാമിൻ്റെ തലേന്ന് ഒരു ദിവസം കൊണ്ട് നമുക്കിത് ഫുള്ള് റിവൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പേപ്പർ അല്ല അത്. ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പഠിക്കാനുണ്ട്. ഇതെല്ലാം നമുക്ക് ഓർമ്മ നിൽക്കാനും പാടാണ്, അതെനിക്കറിയാം. അപ്പോൾ അതൊരു ടിപ്പ് ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർഡറിൽ പഠിക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡയറക്റ്റ് ടാക്സിൻ്റെ ഫോർമാറ്റാണ്, നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഫോർമാറ്റ്. അത് മനസ്സിലാക്കാതെ നിങ്ങൾ ഇതിനകത്ത് എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ഐഡിയയും കാണത്തില്ല ഇത് എവിടെയൊക്കെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യണമെന്ന്. ഡിഡക്ഷൻസ് പഠിക്കുമ്പോഴാണെങ്കിലും എക്സെപ്ഷൻ പഠിക്കുമ്പോഴാണെങ്കിലും പെർക്വിസിറ്റ് പഠിക്കുമ്പോഴാണെങ്കിലും നമുക്കിത് എങ്ങനെ വരും, ഇത് ടാക്സ് ചെയ്യുന്നതാണോ അതോ എക്സെപ്റ്റ് ചെയ്യുന്നതാണോ, ഇത് എന്ത് ഉദ്ദേശിക്കുന്നത്, എവിടുന്ന് കുറയ്ക്കണം കൂട്ടണം, മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിപ്പോകും. ഇത് അങ്ങനെ കൺഫ്യൂഷൻ തോന്നിയ ഒരാളാണ് ഞാനും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നിങ്ങൾ അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിൻ്റെ ആ ഒരു ഓർഡറിൽ പഠിക്കാം. അപ്പോൾ ഓർഡർ എന്താണ് ഞാനിപ്പോൾ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ടാക്സിനെ കുറിച്ചുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അത് വീഡിയോ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ ഞാൻ ഉറപ്പായിട്ട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പം ജസ്റ്റ് റഫായിട്ടൊന്ന് പറഞ്ഞുതരാം. ഡയറക്റ്റ് ടാക്സിൻ്റെ നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ്, ഡയറക്റ്റ് ടാക്സിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് അതിൻ്റെ ഓർഡറാണ്. അതായത് ഒരു മനുഷ്യന് ഏതൊക്കെ രീതിയിൽ ഇൻകം വരാം, അതായത് ഒരു മനുഷ്യന് കിട്ടുന്ന എല്ലാ ഇൻകംസും ഇതിനകത്ത് എടുക്കണം. അപ്പം ആ ഇൻകംസിനെ നമ്മൾ മെയിനായിട്ട് 5 ഹെഡിൽ ക്ലാസിഫൈ ചെയ്യും. സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGBP എന്ന് വെച്ചാൽ പ്രൊഫഷനിൽ നിന്ന് ബിസിനസ് കിട്ടുന്ന ഇൻകം. ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടൊക്കെ റെന്റിന് കൊടുത്ത് ആ റെന്റ് വഴി കിട്ടുന്ന ഇൻകം. ക്യാപിറ്റൽ ഗെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ എന്തെങ്കിലും ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന ഇൻകം. അതുപോലെ തന്നെ നമുക്ക് അടുത്തതാണ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ 4 ഹെഡിലും പെടാത്ത ബാക്കി എല്ലാ ഇൻകംസും ഇൻകം ഫ്രം അതർ സോഴ്സിൽ പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള 5 ഹെഡ്. അപ്പോൾ ഈ ഓരോ ഹെഡിനകത്തും അതിൻ്റെതായ എക്സംഷൻസും റിഡക്ഷൻസും ഉണ്ട്. അത് എന്തിനാണ് വെച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ടാക്സ് മാക്സിമം കുറച്ചടയ്ക്കാനല്ലേ നോക്കത്തുള്ളൂ. അപ്പോൾ ടാക്സ് വെട്ടിക്കാതെ ടാക്സ് പ്ലാനിങ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ നിയമപരമായിട്ട് ഈ ഒരു ടാക്സ് അടയ്ക്കുന്ന മാക്സിമം കുറച്ചെടുക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കുറേ സംഭവമാണ് ഈ ഡിഡക്ഷൻസ്. അപ്പോൾ അങ്ങനെ ഓരോ ഡിഡക്ഷൻസ് ഓരോ ഹെഡിൻ്റെ അകത്തും ഉണ്ട്. അത് ഓരോ ഹെഡിനും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ ആ ഹെഡുകളൊക്കെ എവിടെ അപ്ലൈ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. ഇപ്പോൾ ഇത്രയും ഹെഡുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇൻകം കിട്ടും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കിപ്പോൾ ഒരു ഹെഡിൽ കുറച്ച് കൂടുതൽ ഇൻകം ഉണ്ട്, മറ്റേതിനകത്ത് നമുക്ക് കുറവ് ഇൻകം അല്ലെങ്കിൽ മൈനസ് ആണ്, നമുക്ക് ഇൻകം ഇല്ല അല്ലെങ്കിൽ ലോസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സാധാരണ നമുക്ക് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ നേരത്ത് ഒരിടത്തൊരു 10,000 കൂടുതലും മറ്റൊരിടത്ത് നമുക്ക് അത്ര 10,000 നഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ സെറ്റ് ഓഫ് ചെയ്യത്തില്ലേ. അപ്പോൾ സെറ്റ് ഓഫ് നമുക്ക് അടയ്ക്കേണ്ടി വരത്തില്ല ടാക്സ് അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ ഇതിന് കുറേ സെറ്റ് ഓഫുകളുണ്ട്, മനസ്സിലായോ. പക്ഷെ ആ സെറ്റ് ഓഫും നമുക്ക് എല്ലാ ഹെഡുകളും തമ്മിൽ ചെയ്യാൻ പറ്റത്തില്ല. ചില ഹെഡുകൾക്ക് ചില ഹെഡുകളായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ സെറ്റ് ഓഫ് എന്നുള്ള ചാപ്റ്റർ പഠിക്കും. അപ്പോൾ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഈ ചാപ്റ്റർ യൂസ് ചെയ്തേക്കുന്നത് ഈ പറയുന്ന 5 ഹെഡിലെ ഇൻകംസും അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ, ആ ഹെഡിൻ്റെ അകത്ത് തന്നെയുള്ള ട്രാൻസാക്ഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അതിനുശേഷം വരെയാണ് ക്ലബ്ബിംഗ്. ക്ലബ്ബിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരാളുടെ ഇൻകം നമ്മുടെ ഹെഡിൽ ടാക്സ് ചെയ്യുന്ന കേസുകളാണ്. അപ്പോൾ അതിനൊരു 9 കേസുകളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് നമ്മൾ ഇതിൻ്റെ കൂടെ മെർജ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും ചെയ്ത് നമുക്ക് കിട്ടുന്ന സംഭവമാണ് ഗ്രോസ് സാലറി. ഓക്കെ, ഗ്രോസ് സാലറി. ഇനി ഇതിനകത്തുനിന്ന് വരാൻ പോകുന്ന ഡിഡക്ഷനാണ് ചാപ്റ്റർ 6 ഡിഡക്ഷൻസ്. അപ്പോൾ അതിനകത്ത് ഡിഡക്ഷൻസ് ആണ് ഇതിനകത്ത് നിന്ന് വരാൻ പോകുന്നത്. അതും ഇതിൽ ചില ഹെഡിലുള്ള ഇൻകംസിന് ആപ്ലിക്കബിൾ അല്ല, അത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം. ഇത്രയേ ഉള്ളൂ ടോട്ടൽ ഇൻകം. ഓക്കെ, ഇത്രയാകുമ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും. അതിൽ നിന്ന് പിന്നെ നമ്മൾ പല പല റേറ്റ്, അതായത് നമ്മളിപ്പം ഏത് റെജീമിലാണ് ടാക്സ് ചെയ്യുന്നതനുസരിച്ച് ആ റെജീം അനുസരിച്ച് നമ്മൾ ആ ഒരു ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യുക, നമുക്ക് ടാക്സ് ലയബിലിറ്റി കിട്ടും. അതിൽ നിന്ന് പിന്നെ നമുക്ക് സർചാർജ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ വരും, സെസ് ആഡ് ചെയ്യാൻ വരും. പിന്നെ അതുപോലെ തന്നെ റിബേറ്റ് ഉണ്ടെങ്കിൽ റിബേറ്റ്, സർചാർജ് റിബേറ്റ് ഒരുമിച്ച് വരത്തില്ല എന്ന് പറഞ്ഞാൽ റിബേറ്റ് ഉണ്ടെങ്കിൽ റിബേറ്റ് കുറയ്ക്കും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ആ ടാക്സ് ലയബിലിറ്റിയാണ് പിന്നെ കുറയ്ക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. ഇത്രയേ ഉള്ളൂ. ഈ ഫോർമാറ്റ് മനസ്സിലാക്കാതെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവണം. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ നേരത്ത് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള സംഭവമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പഠിച്ചു പോയാൽ മാത്രമേ നമ്മുടെ കോൺസെപ്റ്റ് മനസ്സിലാക്കി നമുക്ക് ഡയറക്റ്റ് ടാക്സ് പഠിക്കാൻ പറ്റത്തുള്ളൂ. GSTക്ക് ഇതേപോലെ ഓർഡർ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പം ആ ക്വസ്റ്റ്യനോട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഈ സംഭവം, ഈ ഇവർ പറയുന്ന സാധനം ഗുഡ്സ് ആണോ സർവീസ് ആണോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് സപ്ലൈ ആയിട്ട് കണക്കാക്കുവോ ഇല്ലയോ, സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ സപ്ലൈ ഓഫ് സർവീസ് ആണോ. അത് നമുക്കറിയാം, ചില കാര്യങ്ങൾ നമ്മൾ ഗുഡ്സ് നമുക്ക് പ്രത്യക്ഷത്തിൽ ഗുഡ്സ് എന്ന് തോന്നിക്കഴിഞ്ഞാലും പിന്നെ സപ്ലൈ സർവീസ് ആയിരിക്കും. അങ്ങനെ കുറേ കേസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണോ നോക്കണം. അതിനുശേഷം പിന്നെ ഇത് എക്സെംപ്റ്റഡ് ആണോ അല്ലാത്തതാണോ എന്ന് നോക്കണം. ചാർജ് ചെയ്യുന്ന റിവേഴ്സ് ചാർജ് മെക്കാനിസം ആണോ അല്ലെങ്കിൽ ഫോർവേഡ് ചാർജ് മെക്കാനിസം ആണോ. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഇതിൻ്റെ ടൈം ഓഫ് സപ്ലൈ, വാല്യൂ ഓഫ് സപ്ലൈ, പ്ലേസ് സപ്ലൈ, ഈ 3 കാര്യങ്ങളിൽ നിന്ന്
ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട് പ്ലേസ് സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ അല്ലെങ്കിൽ വാല്യൂ സപ്ലൈ. ഇത് സിമ്പിൾ ആണ്, അതിൽ നിന്ന് നല്ലപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ GSTയുടെയും ആ ഒരു ഓർഡർ മനസ്സിലാവും. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഇതൊക്കെയാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിച്ചാലേ നിങ്ങൾക്ക് GST മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഓർഡറിൽ വേണം ഈ ഡയറക്റ്റ് ടാക്സ് ആയാലും ഇൻഡയറക്റ്റ് ടാക്സ് ആയാലും നിങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ. അങ്ങനെ മനസ്സിലാക്കി എടുത്താൽ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് മുമ്പ് നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, ഇനി ഞാൻ എങ്ങനെയാണ് DT GST പോലുള്ള പേപ്പറുകൾ പഠിച്ചാൽ ഞാൻ പറയാം. ഇപ്പം DT എന്ന എക്സാമ്പിൾ എടുത്ത് ഞാൻ പറയാം. ഇപ്പം DTയുടെ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള സിലബസാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരിക്കലും ആ എക്സാമിന് തലേദിവസം കൊണ്ട് നോക്കി തീർക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്താൽ, നല്ലപോലെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് അത് നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്യും. നല്ലോണം നമുക്കിത് ഓർമ്മയിൽ നിൽക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഞാൻ പഠിച്ച രീതി പറയാം. ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ആണ് ഞാൻ പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോഴും പറയാൻ പറ്റും ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രിപ്പയർ ചെയ്ത ഷോർട്ട് നോട്ട്സ് ഒരു 5 പേജ് അത്രേ ഉള്ളൂ. എങ്ങനെ പോയാലും ക്യാപിറ്റൽ ഗെയിൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുമ്പോഴത്തേക്കും അവർ നമുക്കൊരു 10-30 പേജെങ്കിലും നമുക്ക് ക്യാപിറ്റൽ ഗെയിനെ കുറിച്ച് പഠിപ്പിക്കുമല്ലോ. അതിൻ്റെ ഒരു സമ്മറി മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം ഒരു 5 പേജേ ആവാവുള്ളൂ. ആ 5 പേജിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി. അതായത് എന്താണ് ക്യാപിറ്റൽ അസറ്റ്, എന്താണ് ട്രാൻസ്ഫർ, ഏതൊക്കെയാണ് ക്യാപിറ്റൽ അസറ്റ് ട്രീറ്റ് ചെയ്യുന്നത്, ചെയ്യാത്തത്, പിന്നെ ലോങ് ടേം ഷോർട്ട് ടേം എന്നുള്ള വ്യത്യാസങ്ങൾ, പിന്നെ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, എക്സംഷൻസ് മതി. ഇത്രയും കാര്യങ്ങൾ മാത്രം മതി ഷോർട്ട് നോട്ട്സ്. നമുക്ക് ആ ഒരു സംഭവത്തിന് മാത്രം അത് പഠിച്ചാൽ നമുക്ക് എക്സാമിന് പ്രസന്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ രീതിയിൽ നമ്മൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ IFOസിൻ്റെ ഷോർട്ട് നോട്ട്സ് ഒരു 3 പേജ് നമ്മൾ ഓരോന്നൊരു ബുക്കിലിട്ടായിട്ട് മാറ്റി വയ്ക്കാം. IFOസിൻ്റെ ഷോർട്ട് നോട്ട്സ് 3 പേജ്, പിന്നെ ക്ലബിങ്ങും സെറ്റപ്പും 2 പേജ് വീതം. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പം എക്സാമിന് തലേ ദിവസം 1 മണിക്കൂറുണ്ട്, ഞാൻ നിങ്ങൾ ഉറപ്പിച്ച് പറയാം, 1 മണിക്കൂറുണ്ട് എനിക്ക് IFOസും ക്ലബിങ്ങും സെറ്റപ്പും തീർത്ത് ക്യാപിറ്റൽ ഗെയിനും കൂടെ വേണമെങ്കിൽ തുടങ്ങാൻ പറ്റും. നമ്മൾ ഫുൾ ബുക്ക് നോക്കി ഇത് റിവൈസ് ചെയ്താൽ എന്തെങ്കിലും തീരത്തില്ല. അത് ഉറപ്പാണ്, എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യം. നമ്മൾ ഫുൾ ബുക്ക് നോക്കി റിവൈസ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ നമ്മൾ തുടക്കം തൊട്ട് വീണ്ടും ആദ്യം തൊട്ടേ പഠിച്ചു തുടങ്ങാനിരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവത്തില്ല. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഷോർട്ട് നോട്ട്സാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഷോർട്ട് നോട്ട്സിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ആ പേപ്പറിൽ എവിടെയൊക്കെയാണ് നമ്മൾ എന്തൊക്കെയാണ് എഴുതി ഇട്ടേക്കുന്നത്. അത് ഭയങ്കര രീതിയിൽ ഹെൽപ്ഫുൾ ആവും. ഓക്കെ, നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഷോർട്ട് നോട്ട്സ് നമ്മുടെ തലയിലോട്ട് അങ്ങ് കയറും. പിന്നെ നമ്മൾ എക്സാമ്പിളിൽ ആലോചിക്കാൻ നമുക്ക് അറിയാൻ പറ്റും, ഇത് ഈ പേജിന്റെ ആ സൈഡിൽ നമ്മൾ ഇന്ന കളർ ഇങ്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന സംഭവമാണ് നമുക്ക് നല്ല രീതിയിൽ ഓർമ്മ കിട്ടും. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്ത സാധനം അത്. വേറെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് നമ്മൾ പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് പഠിക്കുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. വീണ്ടും നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങൾ മറന്നു പോകാൻ തോന്നിക്കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളർ ഇങ്ക് കൊണ്ടോ സ്കെച്ച് കൊണ്ടോ ഒന്നുകൂടെ അണ്ടർലൈൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളിത് നോക്കാൻ നേരത്ത് ആ ഒരു സംഭവം വീണ്ടും നിങ്ങൾ മൈൻഡിലോട്ട് സ്ട്രൈക്ക് ചെയ്യും. അപ്പം നമ്മുടെ നോട്ട്സ് നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഡയറക്റ്റ് ടാക്സിന് രാവിലെ ഒരു 4 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 5 മണിയാകുമ്പം, അതായത് നമുക്ക് എക്സാമിന് തൊട്ട് തലേ ദിവസം, അപ്പോൾ ലീവാണല്ലോ, ഒരു 5 മണിയാകുമ്പോഴത്തേക്കും എനിക്ക് ഈ പോർഷൻസ് മൊത്തം കവർ ചെയ്തെടുക്കാൻ പറ്റും. കാരണം ആ ഷോർട്ട് നോട്ട്സ് ഇത്രയും 3-5 പേജുകൾ വെച്ചല്ലേ ഉള്ളൂ എല്ലാം. അപ്പോൾ നമുക്ക് കവർ എടുക്കാനായിട്ട് ഇഷ്ടംപോലെ സമയം കിട്ടും, ഇഷ്ടംപോലെ പഠിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ നോക്കാനും സമയം കിട്ടും. അപ്പോൾ അതൊരു നല്ല ടെക്നിക്കാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രസ്റ്റ് മീ, അത് അടിപൊളിയായിരിക്കും. ഇനി അടുത്ത പോയിന്റ് ആണ് ആൻസർ പ്രസന്റേഷൻ. ഓക്കെ, അപ്പോൾ ആൻസർ പ്രസന്റേഷൻ ഞാൻ യൂസ് ചെയ്ത മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, അതായത് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും എത്രത്തോളം നമ്മൾ സെയിം വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡയറക്റ്റ് ടാക്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ എടുക്കുന്ന സമയം ഭയങ്കര കൂടുതലാണ് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോഴത്തേക്കും GST ആയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ ആൻസർ പ്രസൻറ്റ് ചെയ്യുന്നുള്ളതാണ് അവിടെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അതായത് ഡയറക്റ്റ് ടാക്സിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ പോയാലും ഒരു മണിക്കൂർ എടുക്കും. എനിക്കാണെങ്കിൽ 1 മണിക്കൂർ എടുക്കും. ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻസിന് ചിലപ്പോൾ അത്ര എടുക്കത്തില്ലായിരിക്കും. പക്ഷെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ചിന്തിച്ചൊക്കെ എഴുതും. കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ നമ്മൾ എഴുതി മൊത്തം വെറുതെയാവും. അപ്പോൾ നമ്മൾ നല്ലോണം ഇരുന്ന് ആലോചിച്ചത് അങ്ങനെയാണോ ഇങ്ങനെയാണോ വരുന്നത്, എന്തൊക്കെ പ്രൊവിഷൻസ് ഉണ്ട്, എന്തൊക്കെ ഡിഡക്ഷൻസ് ഉണ്ട്, എല്ലാം ആലോചിച്ച് ശ്രദ്ധിച്ചിരുന്ന് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യത്തോളും. അപ്പോൾ അങ്ങനെ ഇരുന്ന് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു മിക്ക ഒരു ആവറേജ് ലെവലുള്ള എല്ലാ സ്റ്റുഡൻസിനും, അല്ലെങ്കിൽ മിക്ക സ്റ്റുഡൻസിനും നമ്മളൊരു ആവറേജ് ലെവൽ എടുക്കുമ്പോഴത്തേക്കും അവർക്ക് ഒരു മണിക്കൂറെങ്കിലും ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കും. ഇനി എത്ര എടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമ്മളത് എടുക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, MCQ എന്തായാലും ഒരു ആദ്യത്തെ അരമണിക്കൂർ പോകും. കാരണം പ്രോബ്ലം MCQ ആണ്, തിയറി അല്ല. ഒരു അരമണിക്കൂർ എന്താണെങ്കിലും അതിന് പോകും. അത് കഴിഞ്ഞാൽ ബാക്കി ഒരു 2.5 മണിക്കൂർ നമ്മുടെ കയ്യിലുള്ളൂ. ആ 2.5 മണിക്കൂറിൽ 1.25 മണിക്കൂർ ഡയറക്റ്റ് ടാക്സിനും 1.25 GSTക്ക് എന്ന് പറഞ്ഞ് നമ്മൾ വേർതിരിച്ച് വെച്ചേക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈ 1.25 മണിക്കൂറിൽ 1 മണിക്കൂർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ പോയി. ബാക്കി 1/4 മണിക്കൂറേ ഉള്ളൂ. ഈ 1/4 മണിക്കൂർ കൊണ്ട് നമുക്ക് ബാക്കി 2 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കറിയാലോ ഡയറക്റ്റ് ടാക്സിന് 3 ക്വസ്റ്റ്യനും GSTക്ക് 3 ക്വസ്റ്റ്യനും വെച്ചാണുള്ളത്. അപ്പോൾ ബാക്കി 2 ക്വസ്റ്റ്യൻ നമുക്ക് 15 മിനിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ 15 മിനിറ്റ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യും. എന്നിട്ട് ബാക്കി ഒരു 15 മിനിറ്റും കൂടി എടുത്ത് ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്ത് തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ പിന്നെ ഒരു മണിക്കൂറേ കാണത്തുള്ളൂ GST ചെയ്യാനായിട്ട്. അപ്പോൾ GSTയുടെ 3 ക്വസ്റ്റ്യൻസ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഞാൻ ആലോചിച്ച് വേറെ എന്ത് വഴിയുണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയൊരു
ട്രിക്കാണിത്. ഞാൻ യൂസ് ചെയ്ത് സക്സസ് ആയ ഒരു ട്രിക്കാണ്, ഞാൻ പറഞ്ഞുതരാം. അതായത് GSTയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആദ്യത്തെ ആ ഒരു വലിയ ക്വസ്റ്റ്യൻ, അത് ഞാൻ ആ കൂളിംഗ് ടൈം കിട്ടുന്ന സമയത്ത് ഇരുന്നങ്ങ് ചെയ്യും. ആ ഒരു 15 മിനിറ്റ് കൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ റഫ് പേപ്പറിൽ, അതായത് റഫ് പേപ്പർ എന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലല്ലേ നമ്മൾ ചെയ്യുന്നത്, ആ പേപ്പറിൽ ഒരു റഫായിട്ട് അതങ്ങ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വെക്കും. അതായത് നമുക്കിനി പെട്ടെന്ന് എടുത്ത് എഴുതിയാൽ മാത്രം മതി, ആ ഒരു രീതിയിലാക്കി ഫുള്ള് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പം എന്താ നമുക്ക് ഒരു ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇനി 1 മണിക്കൂറല്ലേ ഉള്ളൂ GSTക്ക്. ആ 1 മണിക്കൂർ കൊണ്ട് GSTയുടെ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലാതെ ബാക്കി 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അതിനിപ്പോൾ ഒരു 20 മിനിറ്റ് എടുത്താൽ നമുക്ക് സമയമുണ്ട്. അവസാനത്തെ ഒരു 15 മിനിറ്റ് ഉള്ളെങ്കിൽ പോലും ആ 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ ഓൾറെഡി റഫായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം നല്ല രീതിയിൽ നമുക്ക് ആൻസർ പേപ്പറിലോട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. ടെൻഷനൊന്നും ഇല്ലാതെ തന്നെ, നമുക്ക് ഒരു ടെൻഷനില്ല. പിന്നെ നമുക്ക് ചിന്തിക്കണ്ടേ, ടെൻഷൻ വരുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ സമയം എടുത്ത് കൂളിംഗ് ടൈമിനെ ചിന്തിച്ച് ആൻസർ എഴുതി വെക്കുന്നത്. പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കാതെ ആ ആൻസർ കറക്റ്റായിട്ട് നമ്മുടെ പേപ്പറിലോട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ, CAയുടെ എക്സാംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം 100% കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാംസ് അല്ല. നമ്മൾ എക്സാമിലോട്ട് പോകുമ്പോഴേ നമുക്ക് ഈ എക്സാമിൻ്റെ ഒരു 80% കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം നിങ്ങൾ എക്സാമിലോട്ട് പോകാൻ തന്നെ. അതല്ലെന്നുണ്ടെങ്കിൽ എന്തുവെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ കൂടെ അതിൻ്റെ അകത്ത് കയറി വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 80% നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അത് നല്ല കറക്റ്റായിട്ടിരിക്കുന്നതാണ് നല്ലത്, അതോ 100% കംപ്ലീറ്റ് ചെയ്തു പക്ഷേ എഴുതിയതൊക്കെ കറക്റ്റാണെന്ന് ഒരു ഉറപ്പുമില്ല, അങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത്. എഴുതുന്നത് കറക്റ്റായിട്ട് എഴുതുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ GSTയുടെ ഇപ്പം 3ാമത്തെ ക്വസ്റ്റ്യൻ A പാർട്ടും B പാർട്ടും ഉണ്ടെന്ന് വിചാരിക്കുക. ചിലപ്പോൾ ആ B പാർട്ട് എഴുതാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഒരു 5 മാർക്കിനെല്ലായിരിക്കും. അതുപോലെ ഡയറക്റ്റ് ടെക്സ്റ്റിൽ അപ്പോൾ എങ്ങനെ പോലും ഒരു 10 മാർക്ക് അല്ലെങ്കിൽ ഒരു 20 മാർക്ക് നമുക്ക് കിട്ടത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ സമയമില്ല എന്നൊരു മൈൻഡിൽ പോയി കഴിഞ്ഞാൽ എക്സാമുകളിൽ ചെല്ലുമ്പോൾ ടെൻഷൻ ഒഴിവാക്കാം. നമ്മുടെ ടിപ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്, അതായത് നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നിങ്ങൾക്ക് വാട്സാപ്പിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്ത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഒരു കുട്ടി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ 2 ഗ്രൂപ്പും സെപ്പറേറ്റ് എഴുതുന്നതാണോ നല്ലത് അതോ ഒരുമിച്ച് എഴുതുന്നതാണോ നല്ലതെന്ന്. അപ്പോൾ അത് ഓരോരുത്തരുടെ തീരുമാനം അനുസരിച്ചിരിക്കും. അതായത് ഞാനിപ്പം ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതി, പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് എഴുതി, അങ്ങനെ സെപ്പറേറ്റ് വൈസാണ് എഴുതുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് 2 ഗ്രൂപ്പുകൾ ഒരുമിച്ച് വരുമ്പോൾ ഭയങ്കര ഒരു ബേർഡൻ ആയിട്ടാണ് തോന്നുന്നത്. എനിക്കത് എന്തോ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരെണ്ണത്തിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര വോളിയമായിട്ട് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ സ്ട്രെസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഒരു ഗ്രൂപ്പ് മാത്രമായിട്ട് എഴുതുന്നത്. അങ്ങനെ അതെടുക്കുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും 2 ഗ്രൂപ്പുകൾ അറ്റൻഡ് ചെയ്യാം. 2 ഗ്രൂപ്പുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു ഗ്രൂപ്പിന് നമ്മൾ 3 എണ്ണത്തിനും പാസ്സായി, പക്ഷേ നമുക്ക് അഗ്രിഗേറ്റ് ഒരു 20 മാർക്ക് കുറവായിരുന്നു വിചാരിക്കുക. വേറൊരു ഗ്രൂപ്പിന് നമ്മൾ 3 സബ്ജക്റ്റും പാസ്സായി, പക്ഷേ അഗ്രിഗേറ്റ് ഉള്ള മാർക്കിനേക്കാളും 20 മാർക്ക് കൂടുതലാണ്. അപ്പോൾ എന്തുപറ്റെന്ന് വെച്ചാൽ ഈ മാർക്ക് മറ്റേതിലോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 2 ഗ്രൂപ്പും പാസ്സാവും. മനസ്സിലായി? അപ്പം ആ ഒരു അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടാണ് മിക്കവരും ഗ്രൂപ്പ് എഴുതുന്നത്. പിന്നെ ബോത്ത് ഗ്രൂപ്പ് എഴുതി കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അങ്ങോട്ട് ഇന്റേൺഷിപ്പിൽ പോകുമ്പോഴൊക്കെ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ബോത്ത് ഗ്രൂപ്പ് എഴുതി കിട്ടുന്നവരുടെ ചാൻസ് ഭയങ്കര കുറവാണ്. കാരണം നമ്മളിപ്പം മാർക്ക് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ റേറ്റ് പെർസെൻറ്റേജ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ബോത്ത് ഗ്രൂപ്പ് എഴുതി ബോത്ത് ഗ്രൂപ്പിനും പാസ്സായ ആൾക്കാരുടെ റേറ്റ് ഭയങ്കര കുറവാണ് കമ്പയർ ടു സിംഗിൾ ഗ്രൂപ്പ്സ്. അതുകൊണ്ടാണ് ഞാൻ സിംഗിൾ ഗ്രൂപ്പ് എടുത്തത്. അപ്പം നിങ്ങൾക്കും ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ഒരു തീരുമാനം അനുസരിച്ച് വൈസ് ആയിട്ട് ചോയ്സ് എടുക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ RTP MTP ഒക്കെ ചെയ്യുമ്പോൾ എത്ര അറ്റംപ്റ്റ് വരെ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. മുമ്പോട്ടുള്ള എത്ര അറ്റംപ്റ്റിൽ RTPs MTPs ചെയ്യണമെന്ന്. അപ്പോൾ അതിന് ആൻസർ എന്ന് പറഞ്ഞാൽ അതിനങ്ങനെ ഇന്ന അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ കണക്കില്ല. എന്താണെങ്കിലും ഈ വർഷത്തെ RTPയും ചെയ്യുക, അതിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും ചോദിക്കുന്നതല്ല, ചോദിച്ച അറ്റംപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ അതേപോലെ മുമ്പത്തെ 2-3 RTP മിനിമം ഒരു 3-4 എണ്ണമെങ്കിലും ചെയ്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ RTP MTPs നമ്മൾ ചെയ്യുന്നത് അതിൽ ചോദിക്കുന്ന എക്സാക്ട് സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ CAയുടെ എക്സാമിന് ചോദിക്കുന്നു വിചാരിച്ചിട്ടല്ല. നമ്മൾ എക്സാം ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പ്രസൻറ്റേഷൻ സ്റ്റൈൽ മനസ്സിലാക്കാനും സ്പീഡ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് RTP MTP ഒക്കെ ചെയ്യാൻ പറയുന്നത്. അല്ലാതെ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കും നിങ്ങൾ വിചാരിക്കുകയേ ചെയ്യരുത്. നമുക്ക് അതുവഴി കിട്ടുന്ന ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്, അതുപോലത്തെ. അപ്പം നമ്മൾ അതിൻ്റെ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റും. ICAI എങ്ങനത്തെ പ്രസന്റേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പം അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് ഈ വീഡിയോ ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ അതുപോലെ നിങ്ങളുടെ എല്ലാ ഒപ്പീനിയൻസും, പിന്നെ ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ആണ് കാണാൻ ആഗ്രഹം എന്നുള്ള കാര്യങ്ങളും, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സുകൾ പറയാനുണ്ടെങ്കിൽ അതൊക്കെ താഴെ കമന്റ് ചെയ്യുക. ടിപ്സ് ഒക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇനി വീഡിയോസ് കാണുന്ന ബാക്കിയുള്ളവർക്കും കൂടെ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് താഴെ കമന്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ എടുത്ത് നോക്കുക. എൻ്റെ ചാനലിൽ CA റിലേറ്റഡ് ആയിട്ടും പിന്നെ അല്ലാതെയും കുറേ എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്തൊരു ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ എൻ്റർടൈനിങ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതൊരു ടാറ്റ.